Hi all, welcome to iPlus. ഞാൻ അക്ഷര. അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന് പറയുന്ന ഒരു വസ്തുത നമുക്ക് ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മീഡിയയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നോക്കാം. മീഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? ഇറ്റ് റെഫേഴ്സ് ടു ദ ടെക്നോളജീസ് ആൻഡ് ഓർഗനൈസേഷൻ ദാറ്റ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ എന്ത് ചെയ്യുകയാണ്? കൺട്രോൾ ചെയ്യുന്ന ടെക്നോളജീസിനെയും ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുക? മീഡിയ എന്ന് പറയുക. ഉദാഹരണങ്ങൾ നമുക്കറിയാം. ടെലിവിഷൻ സ്റ്റേഷൻസ്, ന്യൂസ് പേപ്പർ, പബ്ലിഷിംഗ് കമ്പനീസ് ഒക്കെ എന്താണ്? മീഡിയയാണ്. അപ്പം അൾട്ടിമേറ്റ്ലി അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത്. It encompasses various broadcasting medium like newspaper, magazine, television, radio, billboard, direct mail, telephone, fax and internet. അപ്പോൾ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒന്നാണ് മീഡിയ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഓരോ മീഡിയ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന് പ്രിൻ്റ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ മീഡിയയുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന ഒരു ടെക്നോളജിയാണ് പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത്. ദ പ്രിൻ്റ് മീഡിയ എമർജ്ഡ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ബൈ ജോഹാനസ് ഗുട്ടൻബർഗ് ഇൻ ദ ലേറ്റ് 15th century. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ആരാണ്? ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയതോടു കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഈ പ്രിൻ്റ് എന്ന് പറയുന്ന അച്ചടി എന്നുള്ള ഒരു മാധ്യമം അത് ഉണ്ടായത്. This innovation allowed for the mass production of books, pamphlets, newspapers and magazines. അപ്പോൾ അതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു? അവിടെ എല്ലാം കയ്യെഴുത്ത് പ്രതികളാണ്. അപ്പോൾ ഇത്രയും ലാർജ് നമ്പറിലൊന്നും എന്താണ് നമുക്ക് കയ്യെഴുത്ത് പ്രതികൾ, മാനുസ്ക്രിപ്റ്റ്സ് ഒന്നും എഴുതി തയ്യാറാക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിപ്ലവകരമായ മാറ്റത്തിലൂടെ വലിയ അളവിൽ എന്താണ് പുസ്തകങ്ങളും പാംഫ്ലെറ്റ്സും ന്യൂസ് പേപ്പറും മാഗസിനും ഒക്കെ പ്രചരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ എന്താണ് എഴുത്തും വായനയും പഠിക്കാൻ കൂടുതലായിട്ട് അവർക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആയി തുടങ്ങി. അപ്പോൾ അവരെന്താണ് കൂടുതൽ വായിക്കാനും അറിവ് നേടാനും ഒക്കെ സാധിച്ച ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി വെക്കാം. Print media played a crucial role in disseminating information, enabling the spread of knowledge, literature and news on a broader scale. അപ്പോൾ അന്നത്തെ കാലത്ത് ആരംഭിച്ചതാണെങ്കിലും ഇന്നും അതേപോലെ തന്നെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു മീഡിയ തന്നെയാണ് പ്രിൻ്റ് മീഡിയ. നമുക്കറിയാം, ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത്തരത്തിലുള്ള നോളജ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്ന ഒരു മാർഗം തന്നെയാണ് പ്രിൻ്റ് മീഡിയ, അച്ചടി മാധ്യമം എന്നുള്ളത്. റെക്കോർഡിംഗ്, അതൊരു ലേറ്റ് 19th century റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു മീഡിയ വരുന്നത്. ദ ലേറ്റ് 19th century saw the development of recording technologies. Starting with Thomas Edison's invention of the phonograph in 1877. അപ്പോൾ എന്താണ്? മെക്കാനിക്കലി സൗണ്ടുകൾ എന്ത് ചെയ്യാനായിട്ട്? റെക്കോർഡ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ അതെന്താണ്? 19ാം നൂറ്റാണ്ടിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ തോമസ് ആൽവ എഡിസന്റെ ഫോണോഗ്രാഫ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തത്തിൻ്റെ അവൻ്റെ വരവോട് കൂടിയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന മീഡിയ സ്റ്റാർട്ട് ചെയ്തത്. Recording media including gramophone records, magnetic tapes, cassettes, CDs revolutionized the music industry and allowed people to experience and share audio content. അപ്പോൾ ഇപ്പോഴല്ല, കുറേ കാലഘട്ടം മുമ്പ്, നമുക്ക് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം ആലോചിച്ച് നോക്കും. പാട്ട് കേൾക്കാനായിട്ട് എന്താണ് ഇഷ്ടംപോലെ CD-കളും അല്ലെങ്കിൽ ഇതുപോലെ കാസറ്റ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടും പാട്ടുകൾ കേട്ടിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇപ്പോൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിലും ഒക്കെയുള്ള പാട്ടുകളൊക്കെ എന്താണ് നമ്മളിലേക്ക് എത്തിയിരുന്നു. എങ്ങനെയാണ്? ഈ ഒരു റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആ ഒരു മാധ്യമം ഉണ്ടായത് കൊണ്ടാണ്. റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് മ്യൂസിക് ഒക്കെ നടന്നത് ഈ ഒരു മാധ്യമം ഉണ്ടായതുകൊണ്ടാണ്. അടുത്ത സിനിമ ആൻഡ് ഓഡിയോ വിഷ്വൽ. അപ്പം നമുക്ക് ഓഡിയോ വിഷ്വൽ, അപ്പോൾ ഓഡിയോയും വിഷ്വലും രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് എന്താണ് കുറച്ചും കൂടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ടൈപ്പാണ് നമുക്ക് സിനിമയെന്ന് പറയാം. തേർലി 20th century മാർക്ക് ദ അഡ്വെന്റ് ഓഫ് സിനിമ ആൻഡ് ഓഡിയോ വിഷ്വൽ മീഡിയം. അപ്പോൾ സിനിമയും അതോടൊപ്പം തന്നെ മറ്റ് ഓഡിയോ വിഷ്വൽ മീഡിയ, ഇപ്പം നമ്മൾ ഡോക്യുമെൻ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഒരു 20ാം നൂറ്റാണ്ടിലാണ് പ്രചാരത്തിൽ വന്നത്.
Motion pictures, also known as movies, became a prominent form of entertainment combining visual and sound. നമ്മൾ അന്നത്തെ കാലഘട്ടം ഒന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സംഗതി മോഷൻ പിക്ചേഴ്സ്, ചലിക്കുന്ന ചിത്രം, ചലച്ചിത്രം, അതിൻ്റെ ഒരു വരവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് മൂവീസും അത് വന്നു തുടങ്ങി. എൻ്റെ കമ്പൈൻ വിഷ്വൽസ് ആൻഡ് സൗണ്ട്, ഒരേ സമയം എന്താണ് വിഷ്വലും സൗണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ആ ഒരു ടെക്നോളജി വന്നു. സിനിമ became a powerful medium for storytelling, entertainment and artistic expression, shaping popular culture and influencing societal norms. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ഒരു മാധ്യമം തന്നെ, കഥകൾ പറയാൻ, അതോടൊപ്പം എന്താണ് നമ്മൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ ആർട്ടിസ്റ്റിൻ്റെ എക്സ്പ്രഷൻ, ആർട്ടിസ്റ്റിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ടും, അതോടൊപ്പം നമ്മുടെ പോപ്പുലർ കൾച്ചർ അതിനെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിൽ, പിന്നെ നമ്മുടെ സൊസൈറ്റൽ നോംസ്. അപ്പോൾ ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കും അതിനെക്കുറിച്ചുള്ള ഒരു പുതിയ അവബോധമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തിയുള്ള ഒരു മാധ്യമം തന്നെയാണ് സിനിമ. അടുത്ത റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. 1910 സമയത്തൊക്കെയാണ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് വന്നു തുടങ്ങിയത്, early 20th century. ഫസ്റ്റ് റേഡിയോ റെഗുലർ ബ്രോഡ്കാസ്റ്റ് 1910 വരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ് ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് അവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും എന്താ ട്രാൻസ്മിഷൻ ഓഫ് ഓഡിയോ സിഗ്നൽസ് ഓവർ ദ എയർ വേവ്സിലൂടെ ഓഡിയോ സിഗ്നൽസും എന്ത് ചെയ്യുന്നതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ നടക്കുന്നത്. റേഡിയോ ബിക്കം എ മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾ പ്രൊവൈഡിങ് ന്യൂസ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടു വൈഡ് ഓഡിയൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ റേഡിയോ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ സമയം ഒത്തിരി പേരിൽ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു ആ ഒരു ഇൻഫർമേഷൻ എത്തുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് റേഡിയോ മാറി ന്യൂസ് പ്രൊവൈഡ് ചെയ്യും, എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും, വൈഡ് ഓഡിയൻസിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മാസ് മീഡിയ തന്നെയാണ് റേഡിയോ എന്ന് പറയുന്നത്. It played a crucial role during significant historical events such as wars and disasters. അപ്പോൾ ഈ പണ്ട് കാലത്തൊക്കെ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്തൊന്നും ഇതുപോലെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ അപകടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ജനങ്ങൾ അറിഞ്ഞിരുന്നത്? ഈ ഒരു റേഡിയോ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അറിഞ്ഞിരുന്നത്. അടുത്ത ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. നമ്മൾ നേരത്തെ മൂവിയുടെ കാര്യം പറഞ്ഞു, ഇനി ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലുണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡായിട്ടുള്ള ടെലിവിഷൻ വരികയാണ്. ഒരു 1950s ഒക്കെ ആയപ്പോഴത്തേക്കും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ബിക്കെയിം വൈഡ് സ്പ്രെഡ് ഇൻ ദ മിഡ് 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴാണ് ഫസ്റ്റ് റെഗുലർ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് അറൗണ്ട് 1950. 1950 റെഗുലർ ആയിട്ടുള്ള ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം ഓഡിയോയും വിഷ്വലും എലമെൻറ്റ്സൂടെ ചേർത്തുകൊണ്ട് കണ്ടൻറ്റ് എവിടേക്ക് ഹൗസ് ഹോൾഡിലേക്കും, നമ്മൾ നേരത്തെ മൂവി കാണാൻ അത് പറഞ്ഞ പോലെ മൂവിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എന്താണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഹൗസ് ഹോൾഡ് നമ്മുടെ വീട്ടിലേക്ക് എന്തെത്തുന്നു ഓഡിയോ വിഷ്വൽ എയ്ഡായിട്ടുള്ള ടെലിവിഷനിലൂടെ കണ്ടൻറ്റ് എത്തുന്നു. Television became a dominant form of entertainment and information dissemination, influencing culture, politics and society. അപ്പം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പെട്ടെന്ന് എന്താണ് ബാക്കി മീഡിയക്കായി ഒക്കെ എന്താണ് ടെലിവിഷൻ പെട്ടെന്ന് എല്ലാവരുടെ ഇടയിൽ പ്രചാരം നേടി. കാരണം എന്താണ് ആ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും പിന്നെ നമ്മുടെ കൾച്ചർ, പൊളിറ്റിക്സ്, സൊസൈറ്റി എല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എന്താ മാറി ടെലിവിഷൻ മാറി. നമുക്കിപ്പോൾ ഈവൻറ്റ്സ് ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും അതിനൊന്നും ആ തിരക്കി പുറത്ത് പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തന്നു. ആരെ? ടെലിവിഷൻ. നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ എത്ര മൊബൈൽ ഫോണൊക്കെ വന്നാലും നമ്മളൊക്കെ എന്താണ് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ടി വി ജസ്റ്റ് ഓണാക്കി വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ജസ്റ്റ്, അതുകൊണ്ട് ഞാനൊന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്താണ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത്ര ഇതാണ്. അപ്പോൾ നമ്മൾ ചെറിയ പ്രായം മുതലേ നമ്മുടെ ഒരു വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ടെലിവിഷൻ തീർച്ചയായിട്ടും പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ടെലിവിഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു മീഡിയ ആണ്. ഇനി ഇൻ്റർനെറ്റ് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അല്ലേ. 1990കളിലാണ് ഇൻ്റർനെറ്റ് പ്രചാരത്തിൽ വരുന്നത്. ഇൻ്റർനെറ്റ് എന്താണ്? ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അതിനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഗ്ലോബലായിട്ടുള്ള ആഗോളതലത്തിൽ ലോകമെമ്പാടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റർനെറ്റ് എന്ന് പറയുക. ഒരു 1990s ഒക്കെ ആയപ്പോഴാണ് പബ്ലിക്കിന് ഈ ഒരു സംഗതി ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഒരു അവസരം വന്നത്. It allowed the transmission of data using the standard internet protocol. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വഴി ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, നിയമമൊക്കെ ഉണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ.
The internet revolutionized the communication, providing instant access to information, online services and global connectivity. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ അതിഭയങ്കരമായിട്ടുള്ള വിപ്ലവം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഇൻ്റർനെറ്റ് സൃഷ്ടിച്ചത്. നമുക്കെന്താണ് പെട്ടെന്ന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള സർവീസസ്, പണ്ടൊക്കെ നമ്മൾ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് മണിക്കൂറുകൾ ക്യൂ നിന്ന് ബില്ല് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണ് നമുക്കൊരു ഓൺലൈൻ പേയ്മെൻറ്റ് വഴി ഒരു UPI ആപ്പൊക്കെ യൂസ് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലോബൽ കണക്ടിവിറ്റി, ലോകമെമ്പാടും കണക്റ്റഡായി. ഇറ്റ് ബിക്കം എ സെൻട്രൽ ഹബ് ഫോർ വേരിയസ് ഫോംസ് ഓഫ് മീഡിയ ഇൻക്ലൂഡിംഗ് ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് മൾട്ടിമീഡിയ. അപ്പോൾ എന്താണ് പലതരത്തിലുള്ള മീഡിയ ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് ഇൻ്റർനെറ്റിനെ കഴിഞ്ഞു. ഇപ്പോൾ ടെക്സ്റ്റും ഇമേജും മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ ഓഡിയോയും വീഡിയോയും വിഷ്വൽസും എല്ലാം കൂടെ ഒക്കെ ചേർന്ന് വരുന്ന പരിപാടി എല്ലാം ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിക്കും, ഇൻ്റർനെറ്റിന് സാധിക്കും. അടുത്ത മൊബൈൽ ഫോൺസ്. ഒരു 2000 ഒക്കെ ആയപ്പോഴാണ് മൊബൈൽ ഫോൺസ് പ്രചാരത്തിൽ വരുന്നത്. 1979 ജപ്പാനിലെത്തി. പക്ഷേ ഒരു മാസ് മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് വന്നത് എപ്പോഴാണ്, ഒരു 2000 ഒക്കെ ആയപ്പോഴാണ് പതിയെ എന്ത് ചെയ്തതും എല്ലാവരിലേക്കും ഗ്ലോബലി ഇത് പ്രചരിക്കാൻ തുടങ്ങിയതും. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡൗൺലോഡബിൾ കണ്ടന്റ് ആൻഡ് വേരിയസ് മീഡിയ ആപ്ലിക്കേഷൻ, നമുക്ക് കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതോടൊപ്പം എന്താണ് പല മീഡിയ ആപ്ലിക്കേഷനും ഒക്കെയുള്ള മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള മീഡിയ നമുക്ക് ഉണ്ട്. മൊബൈൽ ഫോൺ ഓഫേർഡ് പോർട്ടബിലിറ്റി, കോൺസ്റ്റന്റ് കണക്ടിവിറ്റി ആൻഡ് ബിൽറ്റ് ഇൻ പേയ്മെൻറ്റ് ചാനൽ. അപ്പം നോക്കി നമുക്ക് പോർട്ടബിൾ ആണ്, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം, എപ്പോഴും കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ പേയ്മെൻറ്റ് ചാനൽ അതിൽ നിന്ന് ബിൽറ്റിൻ ആയിട്ട് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഒരു കോൾ വിളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താണ് അതിനകത്ത് തന്നെ അനുസരിച്ചുള്ള സിസ്റ്റം ഉണ്ട്. നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് വിളിക്കാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇത് ട്രാൻസ്ഫോർമഡ് ഇൻ പവർഫുൾ മീഡിയ പ്ലാറ്റ്ഫോം എനേബിളിംഗ് ആക്സസ് ടു വേരിയസ് ഫോംസ് ഓഫ് മീഡിയ കണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ഓൺ ദ ഗോ. അപ്പോൾ എന്താണ് പതിയെ നമുക്കറിയാലോ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും വേണമെങ്കിൽ ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ടെക്നോളജീസ് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ട് മൊബൈൽ ഫോൺസ് മാറി. ഇപ്പം നമുക്ക് ടോർച്ചിന് പകരമാണെങ്കിലും കാൽക്കുലേറ്ററിന് പകരമാണെങ്കിലും എല്ലാം ഇപ്പോൾ എന്താണ് കലണ്ടറിന് പകരമാണെങ്കിലും എല്ലാം എന്തുണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ള ഒരു ക്യാമറയ്ക്ക് പകരമായിട്ടും എല്ലാം എന്തുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട്. അടുത്തത് മാസ് മീഡിയ. അപ്പം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു എന്താണ് മാസ് മീഡിയ എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. മാസ് മീഡിയ കളക്റ്റീവ്ലി റെഫേഴ്സ് ടു മീഡിയ ടെക്നോളജീസ് ഇൻറ്റൻഡ് ടു റീച്ച് എ വാസ്റ്റ് ഓഡിയൻസ് ത്രൂ മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് മാസ് മീഡിയ എന്ന് പറയുമ്പം ഒബ്വിയസ്ലി മീഡിയ ടെക്നോളജി തന്നെയാണ്. എന്താണ് പ്രത്യേകത? ഇറ്റ് റീച്ച് എ വാസ്റ്റ് ഓഡിയൻസ് ത്രൂ മാസ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് ഓഡിയൻസിലേക്ക് ഒന്നിച്ച് ഇൻഫർമേഷൻ എത്തുകയാണ്. Forms of mass media include broadcasting, webcasting, film, internet and mobile phone. അപ്പോൾ പല വിധത്തിലുള്ള മാസ് മീഡിയ ആണ്. ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, വെബ്കാസ്റ്റിംഗ് ഉണ്ട്, ഫിലിം ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. ഇതൊക്കെ എന്താണ് മാസ് മീഡിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഫോംസ് ഓഫ് മാസ് മീഡിയ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പേരുകൾ പറഞ്ഞില്ലേ, നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്ന് ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചിങ് എ ലാർജ് ഓഡിയൻസ് ത്രൂ ടെലിവിഷൻ പ്രോഗ്രാം. അപ്പോൾ നമ്മളിപ്പോൾ TV പറയില്ല ഇന്ന പ്രോഗ്രാം ഇത്ര മണിക്ക് ഇത്ര ബ്രോഡ്കാസ്റ്റിലാണ് എന്നൊക്കെ പറയാറുണ്ട്. സംഗതി എന്താണ്, ഒരു ലാർജർ ഓഡിയൻസിന് ഒരേ സമയം എന്താണ് കേബിൾ വഴിയോ സാറ്റലൈറ്റ് വഴിയോ ഓവർ ദ എയർ ഫ്രീക്വൻസി ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള ഓവർ ദ എയർ ഫ്രീക്വൻസി വെച്ചോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യുന്നു ഒരുപാട് ഓഡിയൻസിന് ഒന്നിച്ച് ലഭിക്കുന്ന പരിപാടിയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത വെബ്കാസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കുക, ബ്രോഡ്കാസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ എന്താ പ്രത്യേകത, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുള്ള ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ പേരാണ് വെബ്കാസ്റ്റിംഗ്. ഇറ്റ് ഇൻക്ലൂഡ് പോഡ്കാസ്റ്റിംഗ് വിച്ച് ഈസ് അസിൻക്രോണസ് ടു ട്രഡീഷണൽ ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ഈ വെബ്കാസ്റ്റിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പോഡ്കാസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അസിൻക്രോണൈസ് ആണ്. അപ്പം അതേ സമയം തന്നെ നമ്മൾ കാണണമെന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ആരെങ്കിലും അപ്ലോഡ് ചെയ്തു, നമുക്ക് അപ്പം തന്നെ കാണണമെന്ന് നിർബന്ധമില്ല, നമുക്ക് നമ്മുടെ സൗകര്യം പോലെ കാണാമല്ലോ. അപ്പോൾ അതെന്താണ് അസിൻക്രോണസ് മീഡിയ ആണ്. സിൻക്രോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തന്നെ എപ്പോഴാണോ അത് വരുന്നത് അപ്പം തന്നെ നമ്മൾ കാണും. നമ്മൾ ലൈവ് ന്യൂസൊക്കെ കാണണം. അസിൻക്രോണസ് വെച്ചാൽ നമ്മുടെ ഒരു സമയം പോലെ നമ്മളത് കാണും.
ഇനി ഫിലിം നമ്മൾ പറയുന്ന ഈ പോലെ എന്താണ് എൻകോമ്പസസ് മോഷൻ പിക്ചേഴ്സ് കൺസിഡർ ആൻ ഇമ്പോർട്ടൻറ്റ് ആർട്ട് ഫോം ക്യാൻ ബിക്കം എ വേൾഡ് വൈഡ് അട്രാക്ഷൻ വിത്ത് ട്രാൻസ്ലേഷൻ ത്രൂ ഡബിങ് ഓർ സബ് ടൈറ്റിൽസ്. അപ്പോൾ ഈ ഫിലിം എന്നൊക്കെ പറയും പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ സിനിമകൾ മാത്രം കാണാനുള്ള അവസരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ടെക്നോളജിയുടെ ഒരു വരവോട് കൂടി ഫിലിം ഒരു മാസ് മീഡിയ ആയിട്ട് മാറി. അങ്ങനെ എന്താണ് നമുക്ക് പല വേൾഡ് വൈഡ് ആയിട്ടുള്ള മൂവി കാണാനുള്ള അവസരമുണ്ട്. അപ്പം മറ്റ് നാട്ടിലുള്ള സിനിമകളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യും ഡബ് ചെയ്ത് വരും, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ സബ് ടൈറ്റിലൊക്കെ ഇട്ട് വരും. അപ്പം നമുക്കും എന്താ അത് കണ്ട് മനസ്സിലാക്കാം. അടുത്തത് ഇൻ്റർനെറ്റ്, ദ ഇൻ്ററാക്റ്റീവ് മീഡിയം ഓഫ് മാസ് മീഡിയ ഓഫൺ റെഫർഡ് ടു ആസ് ദ നെറ്റ് ഓർ ദ വെബ്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള മാസ് മീഡിയ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻ വരിക മാത്രമല്ല നമുക്ക് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ടെലിവിഷൻ അവിടെ നമുക്ക് എന്താണ് ഇങ്ങോട്ട് മാത്രമേ കണ്ടന്റ് കിട്ടുന്നുള്ളൂ, ടെലിവിഷൻ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നില്ല. ന്യൂസ് പേപ്പറും അങ്ങനെ തന്നെ. പക്ഷേ ഇൻ്റർനെറ്റ് ആകുമ്പോൾ എന്താണ് നമുക്കവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, 2-വേ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, അതെന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ള മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇൻ്റർനെറ്റിനെ നെറ്റ് അല്ലെങ്കിൽ വെബ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ആക്സസിബിലിറ്റി. ഇപ്പോൾ നെറ്റ് ഉപയോഗിക്കാൻ അറിയാത്തവരെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കും. കാരണം എല്ലാവരും എന്താണ് ആ ഒരു പ്രത്യേകിച്ച് കൊറോണ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും അതുമായിട്ട് എക്യുപ്ഡായി കഴിഞ്ഞു. പിന്നെ മൊബൈൽ 1998 മാസ് മീഡിയ ആയിട്ട് വന്നത്. ഡൗൺലോഡബിൾ കണ്ടന്റ് ഉണ്ട്, പോർട്ടബിൾ ആണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് കണക്ടിവിറ്റി ഉണ്ട്, ബിൽറ്റ് ഇൻ പേയ്മെൻറ്റ് ചാനലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ അറിയേണ്ടതാണ്. സൗണ്ട് റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇൻവോൾവ്സ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ റീക്രിയേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ സൗണ്ടിനെ എന്താണ് ഇലക്ട്രിക്കലി അല്ലെങ്കിൽ മെക്കാനിക്കലി റീക്രിയേറ്റ് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ പലതരത്തിലുള്ള മൈക്രോഫോൺ, റെക്കോർഡിംഗ് ഡിവൈസ്, ലൗഡ് സ്പീക്കർ ഇതിനെയൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ഈ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ചെറിയ സൗണ്ടിൽ പറയുന്നൊരു കാര്യം പോലും നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ ശബ്ദം ഉയർത്തി കേൾക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനിപ്പം മൈക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇത്രയും ഉറക്കെയായിട്ട് കേൾക്കാൻ പറയാൻ പറ്റുന്നത്. ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും സൗണ്ട് നിങ്ങളിലേക്ക് എത്തില്ല. അപ്പോൾ അതാണ് ഈ ഓഡിയോ റെക്കോർഡിങ്. ആ സംഗതി തന്നെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഒരുപാട് എന്താണ് പ്യുവർലി മെക്കാനിക്കൽ ടെക്നിക്സ് ആണ് പണ്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോണോഗ്രാഫ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തുണ്ട് ഇലക്ട്രിക്കൽ റെക്കോർഡിംഗ് ഉണ്ട്, വിനൈൽ LP റെക്കോർഡുണ്ട്, ടേപ്പ് ഉണ്ട്, കാസറ്റ് റെക്കോർഡർ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഈ ടെക്നോളജിയൊക്കെ എന്താണ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത പ്രോസസ് ഓഫ് മാസ് മീഡിയ. മാസ് മീഡിയയുടെ പ്രോസസ്സ് എന്താണ് അഡ്വക്കസി, പ്രൊമോട്ടിങ് സ്പെസിഫിക് വ്യൂ പോയിൻറ്റ്സ്, കോസ് ഓർ ഇഷ്യൂ. അപ്പോൾ അഡ്വക്കസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനമായിട്ടും ഒരു പ്രോബ്ലം നടന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ഫോർ എക്സാമ്പിൾ ഇപ്പം എവിടെയെങ്കിലും ആർക്കെങ്കിലും നീതി ലഭിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് നമുക്ക് ക്യാമ്പയിനുകൾ നടത്താം, സംഘടിപ്പിക്കാം. പിന്നെ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂ, ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് അതാരെങ്കിലും വെട്ടി നശിപ്പിക്കുകയാണ്, അപ്പോൾ അതൊക്കെ എന്താണ് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂ ആണ്. പിന്നെ മനുഷ്യ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് മുഖ്യ ധാരയിലേക്ക്, മുഖ്യ ശ്രദ്ധയിലേക്ക് എത്തുകയും ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പബ്ലിക് അറ്റൻഷൻ സപ്പോർട്ടും വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് അതുപോലെ പബ്ലിക് അറ്റൻഷനും സപ്പോർട്ടും നേടിക്കൊടുക്കാനായിട്ട് ആർക്ക് സാധിക്കും ഈ പറയുന്ന മാസ് മീഡിയയ്ക്ക് സാധിക്കും. One of the primary purpose of mass media is to provide entertainment to the audience. പിന്നെ ഒബ്വിയസ്ലി എന്താണ് ഇൻഫർമേഷൻ മാത്രമല്ല നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ കൂടി മാസ് മീഡിയയ്ക്കുണ്ട്. അപ്പോൾ മൂവി ആയിട്ട്, ടെലിവിഷൻ ഷോ ആയിട്ട്, മ്യൂസിക് ആയിട്ട്, സ്പോർട്സ് ആയിട്ടും മറ്റ് ലെഷർ ആൻഡ് അമ്യൂസ്മെൻറ്റ് പ്രോഗ്രാംസ് ആയിട്ടൊക്കെ ഇത് വരാറുണ്ട്. Mass media is utilized for the dissemination of public service announcements which are displayed, which are messages are designed to inform, educate or raise awareness about the important issues. ഇനി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് പബ്ലിക് സർവീസ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ, കേട്ടഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സീറ്റഡ് എക്സാമിനേഷൻ, സെറ്റ്, നെറ്റ്, അപ്പോൾ ഇതൊക്കെ എന്താണ് ഇങ്ങനെ എക്സാമിനേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെ കാണാൻ കഴിയും, പത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരേ സമയം ഒരുപാട് പേരിലേക്ക് ഒന്നിച്ചെന്താണ് ആ ഇൻഫർമേഷൻ എത്തുകയാണ്. പിന്നെ എന്തൊരു കാര്യമായാലും ഇപ്പോൾ ഇൻഫോം ചെയ്യാനെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യാനെങ്കിലും മറ്റെന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാനാണെങ്കിലും ഒക്കെ ഇത് ഉപകാരപ്പെടും. Mass media plays a crucial role in disseminating emergency alert and information during critical situation. ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ ആക്സിഡൻറ്റോ മറ്റെന്തെങ്കിലും എമർജൻസിയോ വന്നെന്നിരിക്കട്ടെ, അപ്പോൾ പെട്ടെന്ന് എന്താണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആര് വേണം, മാസ് മീഡിയ വേണം. ഓരോരുത്തരെ വിളിച്ച് പറയാനുള്ള സാഹചര്യം ഇല്ല. നമുക്ക് എല്ലാവരിലേക്കും ഒന്നിച്ച് ഇൻഫർമേഷൻ എത്തിക്കണം. ഇതിനാരുണ്ട്, മാസ് മീഡിയ ഉണ്ട്. It serves as a rapid and widespread communication tool to inform the public and provide guidance. അപ്പോൾ എന്താണ് വളരെ പെട്ടെന്ന് വളരെ വൈഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂള് തന്നെയാണ് ആര്, നമ്മുടെ മാസ് മീഡിയ.
Mass media is a significant channel for political communication, facilitating the exchange of information between political entities and the public. അപ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പം നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന വ്യക്തികൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ്. അവരുടെ ഏതെങ്കിലുമൊക്കെ ചെയ്തികൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മാർഗ്ഗം തന്നെയാണ് ഈ ഒരു മാസ് മീഡിയ. നമുക്ക് എന്ത് ചെയ്യാം, പൊളിറ്റിക്കൽ എൻറ്റൈറ്റീസിനും പബ്ലിക്കിനും ഇടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറയണമെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പറയണമെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് പറയണമെങ്കിലും ഒക്കെ എന്താണ് നമുക്ക് മാസ് മീഡിയ ഉപയോഗിക്കാം. It includes coverage of political events, election campaign, debates and discussion of various political issues. പല പൊളിറ്റിക്കൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഈവൻസും പിന്നെന്താണ് ക്യാമ്പയിൻസും ഡിബേറ്റ്സും ഡിസ്കഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു മാസ് മീഡിയയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി പ്രിൻ്റ് മീഡിയയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. പ്രിൻറ്റഡ് മീഡിയ പ്രിൻറ്റ് പബ്ലിക്കേഷൻ എന്ന് കൂടെ അറിയപ്പെടും. അപ്പോൾ എന്തൊക്കെയാണ്, ന്യൂസ് പേപ്പർ, കമ്മ്യൂണിറ്റി ന്യൂസ് ലെറ്റർ, മാഗസിൻ പബ്ലിക്കേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ന്യൂസ് പേപ്പർ എന്താണ്, ഡെയിലി ഓർ വീക്ക്ലി ന്യൂസ് കവറേജ്. ഇപ്പോൾ വീക്ക്ലി ന്യൂസ് വരുന്ന പേപ്പേഴ്സും ഉണ്ട്. ഇപ്പം നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് വീക്കിലി ആണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് ആർട്ടിക്കിൾസ് കാണും, ഒപ്പീനിയൻ പീസ് കാണും, ഒബ്വിയസ്ലി അവിടെ എന്ത് കാണും, അഡ്വർടൈസ്മെൻറ്റ് പരസ്യങ്ങളും കാണും. ലോക്കലായിട്ടുള്ള, നാഷണൽ ആയിട്ടുള്ള, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈവൻസും പൊളിറ്റിക്സും ബിസിനസ്സും സ്പോർട്സും എൻ്റർടൈൻമെൻറ്റും ഒക്കെ തന്നെ നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാം, ന്യൂസ് പേപ്പറിലൂടെ മനസ്സിലാക്കാം. അടുത്ത കമ്മ്യൂണിറ്റി ന്യൂസ് ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ന്യൂസ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോക്കൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് റെലവൻറ്റ് അപ്ഡേറ്റ്സ് കൊടുക്കാനായിട്ടൊക്കെ എന്താണ് കമ്മ്യൂണിറ്റി ന്യൂസ് ലെറ്റേഴ്സ്. നമ്മുടെ നാട്ടിലൊരു പുതിയ സഹകരണ ബാങ്ക് വരുന്നു ഉദാഹരണത്തിന്, അപ്പോൾ എന്താണ് ആ ഒരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഇതുപോലുള്ള കമ്മ്യൂണിറ്റി ന്യൂസ് ലെറ്റേഴ്സ് ആയിരിക്കും. ഇനി മാഗസിൻസ് എന്താണെന്ന് അറിയാം, പലതരത്തിലുള്ള ആർട്ടിക്കിൾസ് കാണും, ഫീച്ചേഴ്സ് കാണും, പിന്നെ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കാണും. അപ്പോൾ പല ഇൻട്രസ്റ്റിനും പല ഹോബീസിനും ആളുകളുടെ ഒരു പോപ്പുലേഷൻ ഇഷ്ടാനുസരണം അവരുടെ ഡെമോഗ്രാഫിക്സ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സംഗതിയാണ് മാഗസിൻ. മാഗസിൻസ് ക്യാൻ ബി കൺസ്യൂമർ ഫോക്കസ്ഡ്. മാഗസിൻസ് രണ്ട് വിധമുണ്ട്. ഒന്ന് കൺസ്യൂമർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ജനറൽ ആയിട്ടുള്ള റീഡേഴ്സിന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്താ കൺസ്യൂമർ ഫോക്കസ്ഡ്. ബിസിനസ് ഫോക്കസ്ഡ് ആകുമ്പം ടാർഗറ്റിംഗ് പ്രൊഫഷൻസ് ഓർ ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സ്. എങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള മാഗസിൻ ഇറങ്ങുന്നു, അത് സാധാരണക്കാർ പോയി വായിക്കത്തില്ലല്ലോ, ഇല്ല. അപ്പോൾ അത് ആരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, അത്തരം പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി, ആ ഒരു ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവർ, അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് നമ്മൾ പറയും ബിസിനസ് ഫോക്കസ്ഡ് മാഗസിൻ. നമ്മൾ സാധാരണക്കാർക്കാണെങ്കിൽ എന്താണ് പറയുന്നത്, കൺസ്യൂമർ ഫോക്കസ്ഡ് മാഗസിൻ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പ്രിൻറ്റ് മീഡിയയെക്കുറിച്ച് അറിയേണ്ട ഒരു സംഗതിയാണ് എക്സ്പ്ലിസിറ്റ് ഫ്രീഡം. വളരെയധികം സ്വാതന്ത്ര്യമുള്ള ഒരു സംഗതി തന്നെയാണ് ഈ ഒരു പ്രിൻറ്റ് മീഡിയം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പണ്ടൊക്കെ എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കും. എന്നാൽ റൗലത്ത് ആക്ട് ഒക്കെ വന്ന സമയത്ത് എല്ലാവരുടെയും ചെയ്തികൾ ഇങ്ങനെ നിരീക്ഷിക്കുക, ഗവൺമെൻറ്റിനെതിരായിട്ട് അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ, ഒന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും അതേപോലെ അത് അച്ചടിക്കാനുമുള്ള ഒരു അധിക അവകാശം നമ്മൾക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു മീഡിയ ആണ് പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് കൊണ്ടും ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും മറ്റ് പ്രിൻ്റഡ് പബ്ലിക്കേഷനും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പർ അച്ചടിക്കാൻ പോകുന്ന പത്രത്തെക്കുറിച്ച് മൊത്തം എന്താണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഏജൻസി ഇരുന്ന് മൊത്തം നോക്കിയിട്ടും എന്തൊക്കെ ഒഴിവാക്കണം, അതൊക്കെ ഒഴിവാക്കി എടുക്കണം, അങ്ങനെ പറയാനായിട്ടുള്ള സംഗതി വല്ലതും ഇവിടെ ഉണ്ടോ, ഇല്ല. അവിടെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ചായ്വ് കൊണ്ട് എന്താണ് കള്ള ന്യൂസ് ഒന്നും എഴുതി വിടാനായിട്ട് പറ്റില്ല. കാരണം എന്താണ് അവർക്ക് ഒരു എത്തിക്സ് ഉണ്ട്, അത് വെച്ചുകൊണ്ടും അവരവരുടെ സ്വാതന്ത്ര്യം വിനിയോഗപ്പെടുത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെൻസർഷിപ്പ്, പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് റിപ്പോർട്ട് ഓൺ വേരിയസ് ടോപ്പിക്സ് വിത്തൗട്ട് സെൻസർഷിപ്പ്. ഇപ്പോൾ ചില സംഭവങ്ങൾ എന്താണ് ഒളിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചാലും മീഡിയ എന്താണ് അതൊക്കെ പുറത്ത് വിടും. അപ്പം പല കാര്യങ്ങളും സെൻസർ ചെയ്ത് കളയാതെ നമ്മളിലേക്ക് എത്തുന്നത് ഈ ഒരു മീഡിയ ഉണ്ടായതുകൊണ്ടാണ്. ആൻഡ് സെർവാസ് വാച്ച് ഡോഗ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് സൊസൈറ്റി. തീർച്ചയായിട്ടും നമ്മൾക്കിപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്തതാണെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അറിയിക്കാനുമുള്ള ആ ഒരു പവർ ആർക്ക് കൊടുത്തിട്ടുണ്ട്, മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതിയാണ് അഡ്വർടൈസ്മെൻറ്റ്, പരസ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്രോ അറ്റൻഷൻ ടു വേരിയസ് പ്രോഡക്ട്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ പോസിറ്റീവ്ലി ടു ജനറേറ്റ് ഇൻട്രസ്റ്റ് ഇൻ പർച്ചേസിങ്. ഏതൊരു വസ്തു ആവട്ടെ അതിനെക്കുറിച്ച് എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സാധാരണ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ എന്താണ് അവരുടെ മനസ്സിലൊന്ന് ചെറുതായിട്ടൊന്ന് കൊളുത്തിപ്പിടിക്കുന്ന രീതിയിൽ പരസ്യം കൊടുത്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക ആണ് പരസ്യങ്ങൾ ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ്
advertisements are designed to capture the audience attention, create desire and influence purchasing behavior. അപ്പോൾ ഒരു പരസ്യം കണ്ടാൽ എന്താ, നമ്മൾ ഒന്ന് നിൽക്കണം, അതോടൊപ്പം എന്താണ് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം വരണം, പിന്നെ നമ്മുടെ പർച്ചേസിങ് ബിഹേവിയർ അത് വീണ്ടും വീണ്ടും വാങ്ങണം എന്നൊക്കെയുള്ള ചിന്ത നമ്മളിലേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് എന്തിനെ ഉപയോഗിക്കുന്നത്, അഡ്വർടൈസ്മെൻറ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് കൂടുതലായിട്ട് പ്രൊഡക്റ്റിന് ഫീച്ചേഴ്സ് പറയും, ബെനിഫിറ്റ്സ് വരും, വാല്യൂ പ്രപ്പോസിഷൻ പറയും. അപ്പോൾ എങ്ങനെയായാലും എന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ പെർസ്യൂഡ് ദ കൺസ്യൂമറിനെ നിർബന്ധിതനാക്കും ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇഫക്റ്റീവ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പെർസ്യൂഡ് ചെയ്യും, നമ്മളെ പറഞ്ഞ് മനസ്സ് മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ടെക്നിക്സ് അവർ ഉപയോഗിക്കും. പിന്നെ ഇമേജറി ഒക്കെ ഉപയോഗിച്ചു, ഇപ്പം ക്രിയേറ്റീവ് ഇമേജറി എന്നൊക്കെ പറയുമ്പോൾ പഴയ സൺലൈറ്റിൻ്റെ ഒക്കെ പരസ്യമുണ്ട്, കാക്കിരി നാട്ടിൽ സൂര്യനില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം. ഇതൊക്കെ എന്താണ് കംപ്ലീറ്റ് ഇമാജിനറി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണിക്കുകയാണ്. പക്ഷേ എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മളത് മറക്കത്തില്ല. സൺലൈറ്റിൻ്റെ പൗഡർ കാണുന്ന സമയം നമ്മളത് മറക്കില്ല. അപ്പോൾ അതാണ് സംഗതി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു സെയിൽസ് കൂട്ടാനായിട്ട്. ആൻഡ് ഫൈനലി എന്താണ് ബ്രാൻഡിങ് വരും, ബ്രാൻഡ് വാല്യൂസ് വരും, സോഷ്യൽ വാല്യൂസ് വരും. ഇതൊക്കെ എന്താണ് ഇപ്പോൾ ഒരു ബ്രാൻഡ്, ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ആളുകളിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയാണല്ലേ, ഒരു തൃപ്തി കിട്ടുന്നതാണ്. അപ്പം ബ്രാൻഡിങ് ഇപ്പോൾ കാറുകളാണെങ്കിൽ കൂടിയ ബ്രാൻഡിൻ്റെ കാർ എടുക്കുക, കൂടിയ ബ്രാൻഡിൻ്റെ മൊബൈൽ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളുകളിൽ എന്താണ് അവർക്കൊരു പേഴ്സണൽ ഇമോഷനുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും വാല്യൂസും ഒക്കെ എന്താണ് കൂടുതലും ജനങ്ങളിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും അഡ്വർടൈസ്മെൻ്റ് ഒരു പങ്കുണ്ടെന്ന് സാരം. അപ്പോൾ ഇമോഷണൽ കണക്ഷൻ വരാൻ, കൺസ്യൂമറുമായിട്ട് ഇമോഷണൽ കണക്ഷൻ വരാൻ പറയാറുണ്ടല്ലേ, ഭാര്യയെ സ്നേഹിക്കുന്നവർ പ്രസ്റ്റീജ് എന്തിനു വേണ്ടാന്ന് വെക്കുന്നു, പിന്നെ പ്രസ്റ്റീജ് വാങ്ങിക്കാതെ വീട്ടിൽ കയറാൻ പറ്റുമോ? അപ്പോൾ അത്രയേ ഉള്ളൂ, ഇമോഷണൽ കണക്ഷൻ അവരവിടെ ഉണ്ടാക്കി വെക്കും. പിന്നെ ബ്രാൻഡ് മെസ്സേജുകൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പിന്നെ മറ്റ് കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങളുടെ എന്താണ് പെക്യുലാരിറ്റി എന്ന് അവർ വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞ് നമ്മളെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കും. നമ്മുടെ സോഷ്യൽ വാല്യൂസ്, കൾച്ചർ നോംസ്, പേഴ്സണൽ ഇമോഷൻ ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ട് ഇതൊക്കെ അവർ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ടാർഗറ്റ് ഓഡിയൻസിനെ കറക്റ്റ്. ഇപ്പം ഒരു കിൻഡർ ജോയ് എന്ന് പറഞ്ഞൊരു സംഗതി അതിൻ്റെ പരസ്യമാണെങ്കിൽ കുട്ടികൾ TV കാണുന്ന സമയത്ത് കൊടുത്താൽ മതി. അല്ലാതെ കുട്ടികൾ സ്കൂളിലായിരിക്കുന്ന ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അത്തരം പരസ്യങ്ങൾ കാണത്തില്ല. അവർക്കറിയാം ടാർഗറ്റ് ഓഡിയൻസിനനുസരിച്ച് അവർ പരസ്യം ഇറക്കും. പിന്നെ പോസിറ്റീവ് അസോസിയേഷനൊക്കെ കൊണ്ടുവന്ന് എന്താണ് ഒരു ബ്രാൻഡ് ലോയൽറ്റി, ഇവർ കൊള്ളാം, ഈ പ്രോഡക്റ്റ് കൊള്ളാം, അല്ലെങ്കിൽ ഈ കമ്പനി കൊള്ളാം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ മീഡിയയെക്കുറിച്ച് കുറേ കാര്യം പറഞ്ഞെങ്കിലും പ്രീവിയസ് ഇയർ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇത്തിരി കൂടെ ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക, ബാക്കി വിട്ട് കളയണമെന്നല്ല, എല്ലാം പഠിക്കാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.